എങ്ങനെയുണ്ടായിരുന്നു വീക്കെൻഡ് ഒക്കെ? Okay. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? Okay, yes. കാണാം മിസ്. കുറച്ച് കുട്ടികളോട് കയറട്ടെ കേട്ടാ. വെയിറ്റ് ചെയ്യാം. 29 ആയിരുന്നു. ഗുഡ് മോർണിംഗ് നിമ്മി. മോർണിംഗ് തൻസിയ. മാക്സിമം കറക്റ്റ് ടൈമിൽ കയറാൻ നോക്കണോട്ട് എല്ലാവരും. ഓക്കെ, ഭക്ഷണമൊക്കെ കഴിഞ്ഞാലോ രാവിലെ? യെസ്.
Okay, very good morning to all. Yes, CRM software വരെ പറഞ്ഞു അല്ലേ? അഡ്വാൻറ്റേജസ് പറഞ്ഞു. Good morning, Adira. Yes, next വരുന്നത് vital functions of the front office. Vital functions of the front office. എന്തൊക്കെ ഫങ്ഷൻസ് ആണ്, പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഫ്രണ്ട് ഓഫീസ് കൈകാര്യം ചെയ്യുന്നത്? First one, to identify and analyze customer needs and problems. To identify and analyze customer needs and problems. എന്താണ് പേഷ്യൻസിന്റെ അനലൈസ് കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് അല്ലെ, എന്തൊക്കെ ആവശ്യകതകളാണ് അവർക്കുള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യും. ഇപ്പൊ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി നോക്കുന്നവരുടെ മറ്റു ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അതൊക്കെ ചോദിച്ചറിയുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, കസ്റ്റമറെ സാറ്റിസ്ഫൈഡ് ആക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. യെസ്, അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യകതകൾ ഉണ്ടെങ്കിൽ അത് ഫ്രണ്ട് ഓഫീസ് വന്നിട്ടാണ് അവർ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യുന്നതൊക്കെ. അപ്പൊ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി പറയാൻ ആര് തയ്യാറായിരിക്കണം? ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫുകൾ തയ്യാറായിട്ടുണ്ടായിരിക്കണം. Then second one എന്താണ്? Recognize the most common reason for the customer complaints. Recognize the most common reason for the customer complaints. അതായത് കസ്റ്റമേഴ്സിന്റെ കംപ്ലൈൻസ് ഉണ്ടാവും അല്ലെ, ഫ്രണ്ട് ഓഫീസിലായിരിക്കും ഈ കംപ്ലൈൻസ് ഒക്കെ വരുന്നത്. അപ്പം കംപ്ലൈന്റിന്റെ മോസ്റ്റ് കോമൺ റീസൺ എന്താണ്, എന്ത് കാരണത്താലാണ് പരാതി വരുന്നത്, അതെന്താണെന്നുള്ളതിന്റെ കാരണം തിരിച്ചറിയുക, റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിന് വേണ്ടുള്ള പരിഹാരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് എന്താ ഫ്രണ്ട് ഓഫീസിന്റെ മറ്റൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെ. അതായത് കസ്റ്റമേഴ്സിന്റെ കംപ്ലൈൻസുകൾ അതിലെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള റീസൺ എന്താണ്, അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്യുക. ഓക്കെ, തേർഡ് വൺ, discover techniques to cultivate and maintain special customer relationships. Discover techniques to cultivate and maintain special customer relationships. എന്താണ് കസ്റ്റമേഴ്സുമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുന്നത് ഡിസ്കവർ ടെക്നിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിസ്കവർ ടെക്നിക്സ് അതായത് കസ്റ്റമേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വിവിധ തരത്തിലുള്ള ടെക്നിക്സുകൾ അല്ലെങ്കിൽ വൈദഗ്ധ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ എന്താണ് കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. നിരവധി ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നത്, അതായത് അവരുടെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിൽ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ കാണുന്ന വിസിറ്റിംഗ് ടൈമിലൊക്കെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പദ്ധതികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് എന്താണ് കുറച്ചുകൂടി അവർക്ക് ഈസി ആക്കാം, ഹോസ്പിറ്റൽ വിസിറ്റ് അവർക്ക് ഈസി ആക്കി കൊടുക്കുക. ഓക്കെ, യെസ്, എന്താണ് ഡിസ്കവർ ടെക്നിക്സ് ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്സ്. അപ്പൊ നമ്മൾ നല്ല ടെക്നിക്സ് ഒക്കെ അവർക്ക് പ്രയോജനപ്പെടുത്തുന്ന സമയത്ത് എന്താണ് പേഷ്യൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ, അവർക്ക് വളരെ ഈസി ആയിട്ട് ഡോക്ടർ സർവീസ് ഹോസ്പിറ്റൽ സർവീസസ് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം എന്താണ് കസ്റ്റമേഴ്സുമായിട്ട് നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്സ് കൊണ്ടുപോകുവാനും സാധിക്കുന്നു. ഓക്കെ, then access your communication style and use two-way communication skills to level with the people, to accept feedback from them and to discuss problems. ഇനി ഫ്രണ്ട് ഓഫീസിന്റെ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അല്ലെ. ശരിക്കും പറഞ്ഞാൽ അവരുടെ കമ്മ്യൂണിക്കേഷൻസ് അനുസരിച്ചിട്ടാണ് എന്താ പേഷ്യൻസിന് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റുന്നത്. അപ്പൊ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കണം. Access your communication style and use two-way communication skills. Two-way communication skills നല്ല രീതിയിൽ ആശയവിനിമയം കസ്റ്റമേഴ്സും അതുപോലെ ഫ്രണ്ട് ഓഫീസും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ നല്ല രീതിയിൽ ഇന്ററാക്ഷൻ കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം അല്ലെ. നല്ല രീതിയിൽ പ്ലസന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റണം, വളരെ കോർട്ട്ലി മര്യാദയോടുകൂടി സംസാരിക്കണം, ദെൻ പറയുന്ന കാര്യങ്ങൾ ഫ്ലുവന്റ് ആയിരിക്കണം, വ്യക്തമായിരിക്കണം, പറയുന്ന പേഷ്യൻസിന് അത് ഫ്രണ്ട് ഓഫീസ് പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ മനസ്സിലാവും. ഓക്കെ, യാതൊരു സംശയങ്ങളും ഇല്ലാത്ത രീതിയിലായിരിക്കണം നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്, പിന്നെ അതോടൊപ്പം തന്നെ എന്താണ് ആക്സെപ്റ്റ് ഫീഡ്ബാക്ക് ഫ്രം ദം. അവരെന്തെങ്കിലും തരത്തിലുള്ള ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത് നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യാം അല്ലെ. എന്തെങ്കിലും പോരായ്മകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും എന്താണെങ്കിലും നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെന്താ ടു ഡിസ്കസ് പ്രോബ്ലംസ്. ഇത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടെങ്കിൽ അതും എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്.
ഓക്കെ, അപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ആർക്ക് ഉണ്ടായിരിക്കണം? ഫ്രണ്ട് ഓഫീസ് ഡെസ്ക് സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, യെസ്. Then identify specific problems in your customer service program and apply a treatment. Identify specific problems in your customer service program and apply treatment. എന്താ പറയുന്നത്? Identify specific problems in your customer service. അതായത് കസ്റ്റമർ സർവീസിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ മറികടക്കാനുള്ള മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റ് അപ്ലൈ ചെയ്യുക. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സ്പെസിഫിക് പ്രോബ്ലം എന്തെങ്കിലും അത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ എന്താണ് അതിനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മറ്റൊരു പദ്ധതികൾ അതിൽ അപ്ലൈ ചെയ്തിട്ട് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. അതും ആരുടെ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുന്നതാണ്? പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നതാണ്. ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ്, to identify and analyze customer needs and problems. To identify and analyze customer needs and problem. എന്താണ് കസ്റ്റമേഴ്സിന്റെ ആവശ്യകതകളും പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തി നമ്മൾ അതിനെ അനലൈസ് ചെയ്യുക, അല്ലെ? ഇപ്പോൾ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ആവശ്യകതകൾ, മറ്റു ടെസ്റ്റുകളെ കുറിച്ചോ മറ്റു ട്രീറ്റ്മെന്റിനെ കുറിച്ചോ എന്ത് വേണമെങ്കിലും എന്താണ് ഫ്രണ്ട് ഓഫീസിനോട് ചോദിക്കുവാനും അവർക്കത് കൃത്യമായ മറുപടി കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കണം. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകൾക്ക് സാധിക്കണം. ഓക്കെ, കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലംസും അതുപോലെ ആവശ്യകതകളും തിരിച്ചറിയുക, ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ഫസ്റ്റ് പോയിന്റിൽ വരുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? Recognize most common reason for the customer complaints. കസ്റ്റമർ കൊടുക്കുന്ന കംപ്ലൈന്റ്സിന് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള റീസൺ എന്താണെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യുക. യെസ്, പിന്നെന്താ? ഡിസ്കവർ ടെക്നിക്സ് ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്സ്. എന്താണ്? കസ്റ്റമർ റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി ടെക്നിക്സുകൾ അവിടെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ അത് കണ്ടെത്തുക. എന്തിനു വേണ്ടിയിട്ടാണ്? കസ്റ്റമേഴ്സുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. Then fourth one, access your communication style and use two-way communication skills to level with people, to accept feedback from them and to discuss problems. എന്താണ്? നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിൽ two-way communication skills ഉണ്ടായിരിക്കണം. പേഷ്യൻസിന്റെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കിൽ ആക്സെപ്റ്റ് ചെയ്യണം. എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, then last one, identify specific problems to your customer service program and applying treatment. ഇനി കസ്റ്റമർ സർവീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ എന്താണ് അതിനെ മറികടക്കുന്ന തരത്തിലുള്ള ട്രീറ്റ്മെന്റ് അവിടെ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദി ഫ്രണ്ട് ഓഫീസിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് നോക്കിയേ, എന്താണ്? ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റൽ. ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്. ഇനി അവരുടെ പ്രധാന പ്രവർത്തനങ്ങളുടെ ഏകദേശം ഒരു ഭാഗമാണ് നമ്മൾ വൈറ്റൽ ഫങ്ഷൻസ് മാത്രമാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? മറ്റെന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവരവിടെ കൈകാര്യം ചെയ്യുന്നത്? നോക്കാം. ഫസ്റ്റ് വരുന്നത് എന്താണ്? രജിസ്ട്രേഷൻ ആണ്, അല്ലെ? രജിസ്ട്രേഷൻ. പിന്നെന്താണ് വരുന്നത്? ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റ്, ക്യാഷ് കളക്ഷൻ, ഇൻഫോർമേഷൻ എൻക്വയറി ഹാൻഡ്ലിംഗ് ആൻഡ് റിപ്പോർട്ട് മേക്കിംഗ്. ഓക്കെ, യെസ്, ഓരോന്നും നമുക്ക് നോക്കാം. രജിസ്ട്രേഷൻ, the patient guest coming for treatment or willing to show consultant. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ എവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്? ഫ്രണ്ട് ഓഫീസ് ഡെസ്കിലായിരിക്കും നമ്മുടെ പേഷ്യന്റ് കസ്റ്റമർ വരുന്ന സമയത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്, അല്ലെ? ഓക്കെ, ട്രീറ്റ്മെന്റിന് വില്ലിംഗ് ആയിട്ട് വരുന്ന സമയത്താണ് നമ്മൾ രജിസ്ട്രേഷൻ കാര്യങ്ങൾ അഡ്മിഷൻ ഒക്കെ നടത്തുന്നത്. ഇനി രജിസ്റ്ററിംഗ് ഗസ്റ്റസ് എന്തൊക്കെയാണ്? Hospital needs to keep a complete register of guests essential for other department. ഇനി എന്താണ്? ഇവിടെ രജിസ്റ്റേഴ്സുകൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്, അല്ലെ? രജിസ്റ്റേഴ്സിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. എവിടെയൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട് രജിസ്റ്റേഴ്സുകൾ?
എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെ രജിസ്റ്റേഴ്സുകൾ പ്രത്യേകമായിട്ട് ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സുകൾ ഉണ്ടായിരിക്കും അല്ലെ. പ്രധാനമായിട്ട് എസെൻഷ്യൽ ആയിട്ട് വരുന്ന ഗസ്റ്റ് രജിസ്റ്റേഴ്സുകൾ ഏതൊക്കെയാണ്? ഒന്ന് മെഡിക്കൽ റെക്കോർഡ് അല്ലെ. ഒന്ന് വരുന്നത് എന്താണ്? മെഡിക്കൽ റെക്കോർഡ്സ്, then admission record ഉണ്ടാവും, then billing, then ward or diagnostic and others. ഇതൊക്കെയാണ് വരുന്നത്. രജിസ്റ്ററിംഗ് ഗസ്റ്റസിൽ വരുന്ന ഏതൊക്കെയാണ്? Hospital needs to keep a complete register of guests essential. അപ്പോൾ ഏതൊക്കെ രജിസ്റ്റേഴ്സ് ആണ് പ്രധാനമായിട്ട് ഇവിടെ സൂക്ഷിച്ചു വെക്കുന്നത്? ഓഫീസിൽ എന്തായിരിക്കും ഏതൊക്കെയാണ്? മെഡിക്കൽ റെക്കോർഡ്, അഡ്മിഷൻ, ബില്ലിംഗ്, വാർഡ് ഓർ ഡയഗ്നോസ്റ്റിക് ആൻഡ് അതേഴ്സ്. ഓക്കെ, ഏതൊക്കെ രജിസ്റ്റേഴ്സ് ആണെന്നൊന്ന് ഇമ്പോർട്ടന്റ് ആണെന്നൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കട്ടോ, അല്ലെങ്കിൽ ഒന്ന് ടിക്ക് ചെയ്തിട്ടാൽ മതി. പിന്നെന്താണ്? ഡാറ്റ നീഡഡ് ഫോർ രജിസ്ട്രേഷൻ. പിന്നെ ഒരു രജിസ്ട്രേഷന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങൾ വേണം? പേഴ്സണൽ ഡാറ്റ, any information relating to an identified or identifiable natural person. Example, name, address, phone number, etc. അല്ലെ, നമുക്ക് പേഴ്സണൽ ഡാറ്റാസ് വേണം, ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് കിട്ടുന്നതിന് വേണ്ടി അല്ലാതെ പേഴ്സണൽ ഡീറ്റെയിൽസ് വേണം. അപ്പോൾ നെയിം വരാം, അഡ്രസ്, ഫോൺ നമ്പേഴ്സ് ആണ് അതേഴ്സ് വരാം. ഓക്കെ, യെസ്, ഏജ്, ഇതെല്ലാം വരും. നമ്പർ ഉണ്ടാവും, ഒരു മെഡിക്കൽ റെക്കോർഡ് നമ്പർ ഉണ്ടായിരിക്കും. പിന്നെന്താണ്? യെസ്, അഡ്രസ് ഉണ്ടായിരിക്കും, ഫോൺ നമ്പർ ഉണ്ടായിരിക്കും. ഇത്തരം കാര്യങ്ങളായിരിക്കും ബേസിക് ആയിട്ട് രജിസ്ട്രേഷനിൽ ഉണ്ടായിരിക്കുക. അതിനുശേഷമാണ് മറ്റ് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ നമ്മൾ കാണാൻ പോകുന്നതിനനുസരിച്ചിട്ടായിരിക്കും മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വരുന്ന ചാൻസുകളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫ്രണ്ട് ഓഫീസിന്റെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ രജിസ്ട്രേഷൻ ഗസ്റ്റ് ആണ്, രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളത്. പ്രധാനമായിട്ടും 4 രജിസ്റ്റേഴ്സിലാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്? പേഷ്യൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത്. മെഡിക്കൽ റെക്കോർഡ്, അഡ്മിഷൻ, ബില്ലിംഗ്, വാർഡ് ഡയഗ്നോസ്റ്റിക് ആൻഡ് അതേഴ്സ്. ഇനി രജിസ്ട്രേഷന് വേണ്ട ആവശ്യകതകൾ, രജിസ്ട്രേഷന് വേണ്ട ഡാറ്റാസ് ഏതൊക്കെയാണ്? പേഴ്സണൽ ഡാറ്റാസ് ആണ് അല്ലെ. എനി ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ആൻ ഐഡന്റിഫൈഡ് ഓർ ഐഡന്റിഫിബിൾ നാച്ചുറൽ പേഴ്സൺ. എക്സാമ്പിൾ, നേച്ചർ ഓഫ് പേഴ്സൺ എന്നാണ് കേട്ടോ. നേച്ചർ ഓഫ് പേഴ്സൺ എന്നാണ് ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്. നേച്ചർ ഓഫ് പേഴ്സൺ എന്നാണ്, ഐഡന്റിഫിബിൾ ഓർ നേച്ചർ ഓഫ് പേഴ്സൺ. ഓക്കെ, നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, അത്തരം കാര്യം ഇവിടെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. യെസ്, മനസ്സിലായത് രജിസ്ട്രേഷന്റെ ഏതൊക്കെ രജിസ്റ്റേഴ്സ് ആണ്, ഏതൊക്കെ ഡാറ്റാസ് ആണ് പേഴ്സണൽ ഡാറ്റയിൽ ആവശ്യമായിട്ട് വരുന്നത്? മനസ്സിലായോ? ഓക്കെ, രണ്ടാമത് എന്താണ്? ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്. അവരുടെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്. ഗസ്റ്റിന് കൃത്യമായിട്ടുള്ള രീതിയിൽ ഇൻഫർമേഷൻസ് കൊടുക്കുക. ഗസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് അല്ലെ, പേഷ്യൻസ് ആണ്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവർക്ക് കൃത്യമായിട്ട്, എന്തൊക്കെ വിവരങ്ങളാണ് അവർക്ക് ശേഖരിക്കേണ്ടത് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടത്? ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്, ടാരിഫ്, സീനിയർ സിറ്റിസൺ ക്ലബ്, അതർ പാക്കേജസ്, other investigation, laboratory or diagnostic, emergency in patients. Okay, നമുക്ക് നോക്കാം. ടാരിഫ് എന്താണ്? ടാരിഫ്, ഹോസ്പിറ്റൽ ടാരിഫ് എന്ന് പറയുന്നത് എന്താണ്? ടാക്സ് ആണോ? കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫീസ് ആണ് ശരിക്കും പറഞ്ഞ അല്ലെ. ഹോസ്പിറ്റൽ ടാരിഫ് ഈസ് എ ഫീസ് കേട്ടോ. ഫീസ് ഷെഡ്യൂൾ ഫോർ ഹോസ്പിറ്റൽ ടാരിഫ് ഈസ് എ fees scheduled for service provided by a physician. അപ്പോൾ നമ്മൾ ഫിസിഷ്യന് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് പേയ്മെന്റ് ഉണ്ടായിരിക്കും, ഒരു എക്സ്ട്രാ ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും ഡോക്ടറിനെ കാണുന്നതിന് വേണ്ടി. അതാണ് ഇവിടെ ടാരിഫ് എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങൾ അതൊന്ന് എഴുതിയെടുത്തോളൂ. ഹോസ്പിറ്റൽ ടാരിഫ് ഒന്നുകൂടി പറയാം, എഴുതിയെടുത്തോളൂ. ഹോസ്പിറ്റൽ ടാരിഫ്, OP പേയ്മെന്റ് എന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ. ഷോർട്ടായിട്ട് നമുക്ക് OP പേയ്മെന്റ് ആയിട്ട് പറയാം. അഡ്മിഷൻ ഫീ നിങ്ങളൊന്ന് എഴുതിയെടുക്കും, പറയുന്നത് എഴുതിയെടുക്കും കേട്ടോ. ഹോസ്പിറ്റൽ ടാരിഫ് ഈസ് എ ഫീ ഷെഡ്യൂൾ. ഹോസ്പിറ്റൽ ടാരിഫ് ഈസ് എ hospital tariff is a fee schedule. A hospital tariff is a fee schedule for the service
provided by, for the service provided by a physician or nurse. Provided by a physician or nurse. A hospital tariff is a fee schedule for the service provided by a physician or nurse. ഇപ്പൊ എന്താണ് ഹോസ്പിറ്റൽ ടാരിഫ് എന്ന് പറയുന്നത്? ഫീ ആണ് അല്ലെ, പേയ്മെന്റ് ആണ് എന്താ ടാരിഫ് എന്ന് പറയുന്നത്. അതായത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫിസിഷ്യൻസിനോ അല്ലെങ്കിൽ നമ്മുടെ നഴ്സിനോ അല്ലെങ്കിൽ അസിസ്റ്റേഷനിലോ അടയ്ക്കേണ്ട ഒരു പേയ്മെന്റ് ആണ് എന്താ ടാരിഫ്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ആരാണ് പറഞ്ഞു തരുന്നത്? ഫ്രണ്ട് ഓഫീസ് ആണ് അല്ലെ. ഗസ്റ്റുകൾ വരുന്ന പേഷ്യൻസിന് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഫീസ് പേയ്മെന്റുമായി അല്ലെങ്കിൽ പേയ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും ആരാണ്? ഫ്രണ്ട് ഓഫീസ് ഡെസ്കിലെ സ്റ്റാഫുകളാണ്. ഓക്കെ, മനസ്സിലായോ ടാരിഫ് എന്താണെന്ന്? ഓക്കെ, യെസ്. പിന്നെന്താണ് സീനിയർ സിറ്റിസൺ ക്ലബ്? സെക്കൻഡ് വൺ, സീനിയർ സിറ്റിസൺ ക്ലബ്. എന്താണ് സീനിയർ സിറ്റിസൺ ക്ലബ്? സീനിയർ, ഓക്കെ ശ്രീലക്ഷ്മി, ഓക്കെ, വെരി ഗുഡ്. എന്താണ് സീനിയർ സിറ്റിസൺ ക്ലബ്? ആർക്ക് വേണ്ടിയിട്ടാണത് സീനിയർ സിറ്റിസൺ ക്ലബ്? സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ആരാ? നല്ല അടിപൊളി ഓൾഡ് ഏജ് പീപ്പിൾസ് അല്ലെ. 60 ഇയേഴ്സിന് എബവ് ആയിട്ടുള്ള ആൾക്കാർ, ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സിറ്റിസൺ ക്ലബുകൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. ഇപ്പൊ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഹോസ്പിറ്റലില് എബവ് 60 ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് ക്ലബുകൾ ചില ഹോസ്പിറ്റലൊക്കെ രൂപീകരിച്ച് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ഇപ്പൊ പ്രായമായിട്ടുള്ള പാരന്റ്സിനെ കൊണ്ടുവരുന്നവർക്ക് അപ്പൊ അവർക്ക് വേണ്ടി മാത്രം കൊടുക്കുന്ന കെയർ സെന്റേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, അവർക്ക് വേണ്ടി പ്രത്യേക കെയർ കൊടുക്കാൻ. അപ്പൊ അതുമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ആരാണ് പറഞ്ഞു തരുന്നത്? ഫ്രണ്ട് ഓഫീസിന്റെ ഡ്യൂട്ടിയാണ്. അത് എവിടെയാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്താണ് ചെയ്യുന്നത്, എത്ര നേരം, എപ്പോഴാണ് നമുക്ക് അതിനകത്ത് പ്രവേശിക്കുന്നത്, അതിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പ്രത്യേകമായിട്ടുള്ള ഫീസുകളുണ്ടോ, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എങ്ങനെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് അതൊക്കെ അതിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷൻസും പറയുന്നത് ഫ്രണ്ട് ഓഫീസ് ഡെസ്കുകളാണ് കേട്ടോ. യെസ്, അതുപോലെ തന്നെ യെസ്, ഓക്കെ, വെരി ഗുഡ്. ഈ അതർ പാക്കേജസിൽ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പറയാം അല്ലെ. ഇപ്പൊ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട അവയർനെസ് ക്ലാസ്സുകള്, പ്രോഗ്രാംസുകൾ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഈ കർക്കിടകമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്ലെ, കർക്കിടക സമയത്തിന് അറിയാലോ നിങ്ങൾക്ക് എന്താ പ്രത്യേകത എന്ന്? കർക്കിടക മാസത്തിന്റെ പ്രത്യേകത, ഹോസ്പിറ്റലിൽ പ്രത്യേകമായിട്ടുള്ള ചികിത്സാ പാക്കേജസുകൾ ഉണ്ട് അല്ലെ. ആയുർവേദ റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ കൂടെ എന്താണ് ആയുർവേദിക് ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പാക്കേജസ് വരും അല്ലെ. കർക്കിടക ചികിത്സ, അപ്പൊ അതൊക്കെ ഒരു സ്പെഷ്യൽ പാക്കേജസ് ആണ്. കൂടുതൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തില് കുറച്ചും കൂടി എന്താണ് പാക്കേജസുകൾ ഉൾപ്പെടുത്തി, മരുന്നുകൾ, മറ്റു ട്രീറ്റ്മെന്റ്സ്, ഉഴിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി എന്താണ് പാക്കേജസുകൾ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അപ്പൊ അതുമായിട്ട് നമ്മൾ ഫസ്റ്റ് അഡ്മിഷൻ വരുന്ന സമയത്തായിരിക്കും ഫ്രണ്ട് ഓഫീസ് പറയുന്നത് ഇന്ന തരത്തിലുള്ള പാക്കേജസ് ഉണ്ട്, താങ്കൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളുടെ പാക്കേജിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പൊ ചിലപ്പോൾ അത് പറഞ്ഞു തരും നമുക്ക് അല്ലെ. പറഞ്ഞു തന്നതിന് ശേഷം എന്നാൽ നമുക്ക് ജോയിൻ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ആ പാക്കേജസ് എടുക്കുകയും ചെയ്യും. ഓക്കെ, ഇപ്പൊ ക്ലൈമും കാര്യങ്ങളൊക്കെ ഉള്ളവരെക്കാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. യെസ്, അങ്ങനെ ചികിത്സയ്ക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇപ്പൊ വേറെ എന്തെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടി വന്നതായിരിക്കും, പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള പാക്കേജസ് ഉണ്ടെന്ന് അറിയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള നമ്മളെ ബാക്കി താല്പര്യമുള്ളവർക്ക് ആ പാക്കേജസിൽ ചേരാൻ, അതിന്റെ ചികിത്സ നമുക്ക് ഹോസ്പിറ്റൽ നല്ല രീതിയിൽ സർവീസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ എന്താണ് അതർ ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറി ആൻഡ് ഡയഗ്നോസ്റ്റിക്സ്. ഇനി എന്തൊക്കെ ഇൻഫർമേഷൻ നമ്മൾ ഫ്രണ്ട് ഓഫീസ് ഡെസ്കിനോട് ചോദിക്കും? എന്തൊക്കെ ചോദിക്കും? അതർ ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? ലാബ് ടെസ്റ്റിനെ പറ്റി, ഡയഗ്നോസിസിനെ പറ്റി, ഇതൊക്കെ നമ്മൾ ചോദിച്ചറിയില്ല. എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ചോദിക്കുമ്പോൾ അതിനുള്ള ഇൻഫർമേഷൻസ് പറയുന്നത് ഫ്രണ്ട് ഓഫീസറാണ്. ദെൻ എമർജൻസി ആൻഡ് ഇൻപേഷ്യൻസ്. ലാബിന്റെ അവൈലബിലിറ്റി ചോദിക്കും നമ്മള്. പിന്നെ എന്താണ്, ഏത് ടൈമിലാണ്, എത്ര മണി വരെയൊക്കെ ഉണ്ടാകും, സമയമൊക്കെ ചോദിക്കുന്നത്. നമ്മളുടെ പേഴ്സണൽ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിച്ചറിയുന്നു. യെസ്. പിന്നെ എന്താണ് എമർജൻസി ഓർ ഇൻപേഷ്യൻ? അടുത്ത ഇൻഫർമേഷൻ ആണ് എമർജൻസി ഓർ ഇൻപേഷ്യൻസ്. ഇവിടെ എന്താ വരുന്നത്?
ബുക്കിംഗ്സ് വരാം അല്ലെ, ബുക്കിംഗ്സ്, ടൈം, പിന്നെ ഡ്യൂട്ടി ടൈം എത്രയാണെന്ന് നമ്മൾ ചോദിച്ചു അല്ലെ, ഡ്യൂട്ടി ടൈംസ് ഇൻ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഡ്യൂട്ടി ടൈം എപ്പോഴാണ്, പിന്നെ ഏതൊക്കെ എമർജൻസി സിറ്റുവേഷൻസിൽ ഏതൊക്കെ തരത്തിലുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും എന്ന് ചോദിക്കാം അല്ലെ, ഡോക്ടേഴ്സ് അവൈലബിൾ ആയിരിക്കുമോ, ഓക്കെ, ഡോക്ടർ ടൈം ചോദിക്കും. എന്താണ് ബേസിക് നമ്മൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചറിയുന്നത്. അവർ എല്ലാ ഡീറ്റെയിൽസും നമ്മളോട് പറഞ്ഞു തരും എങ്ങനെയാണ്. അപ്പൊ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ഫ്രണ്ട് ഓഫീസ് ജസ്റ്റിനോട് പറയുന്നത്? ഒന്ന് ടാരിഫിനെ കുറിച്ച് അല്ലെ, ഒരു പേയ്മെന്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഫീസ് ഷെഡ്യൂളിനെ പറ്റി പറഞ്ഞു തരുന്നു. പിന്നെന്താണ് ഡയറക്റ്റ് എമർജൻസി അപ്പോയിന്റ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, പിന്നെന്താണ് സീനിയർ സിറ്റിസൺ ക്ലബിനെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ, അതർ പാക്കേജസ്, then other investigation laboratory, diagnostic and emergency or inpatients. Okay, ഇത്തരം ഇൻഫർമേഷൻസ് ആയിരിക്കും. ബേസിക്കലി ഇത്തരം ഇൻഫർമേഷൻസ് അവിടെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് അവരുടെ ഡ്യൂട്ടിയാണ് അല്ലെ, അതൊക്കെ പറഞ്ഞു തരാന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്. യെസ്. പിന്നെന്താണ് അടുത്തത്? ക്യാഷ് കളക്ഷൻ. ഫ്രണ്ട് ഓഫീസിന്റെ അടുത്ത ഫംഗ്ഷൻ ആണ് ക്യാഷ് കളക്ഷൻ. The registered amount to be collected from the guest and should be deposited to the cash at the end of the day. Before closing the counter, hand over to another person. ഇനി ക്യാഷ് കളക്ഷനുമായി ബന്ധപ്പെട്ട്, ഫിനാൻസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഡ്യൂട്ടീസ് അവിടെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നവർക്ക്? The registered amount to be collected from the guest and should be deposited to the cash at the end of the day. ഇതാണ് ക്യാഷ് കളക്ട് ചെയ്യുക അല്ലെ, ഗസ്റ്റിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ക്യാഷ് കളക്ട് ചെയ്യുക മാത്രമല്ല അത് ഡെപ്പോസിറ്റ് ചെയ്യണം അല്ലെ. ഓഫ് ദ ഡേ അത് നമ്മൾ എന്ത് ചെയ്യണം? ഡെപ്പോസിറ്റ് ചെയ്യണം. ദെൻ ഓർ ബിഫോർ ക്ലോസിംഗ് ദ കൗണ്ടർ, ഇനി ആ കൗണ്ടർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കളക്ഷൻ ഹാൻഡ് ഓവർ ചെയ്യണം. മറ്റൊരു പേഴ്സണ് ആരാണോ ഡ്യൂട്ടിയിൽ വരുന്നത് അവർക്കത് നമ്മൾ കൈമാറണം. ഓക്കെ, ക്യാഷ് കളക്ഷൻ ഡ്യൂട്ടിയും ആര് കൈകാര്യം ചെയ്യുന്നുണ്ട്? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. രജിസ്റ്റർഡ് എമൗണ്ട് കളക്ട് ചെയ്യുന്നു, അതിനുശേഷം ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇനി then counter will close before closing the counter and hand over to another person. Okay, മനസ്സിലായോ the cash collection? Okay, അടുത്തത് information or enquiry handling. Information or enquiry handling. Information or enquiry handling. Yes, അവിടെ ഒരു കോട്ട കൊടുത്തിട്ടുണ്ട്. എന്താണ്? Rudeness is a weak person's attempt at strength. Rudeness is a weak person's attempt at strength. എന്താണ് rudeness എന്ന് പറയുന്നത്? Rudeness. റൂഡ് ആയിട്ടുള്ള ഒരു പെരുമാറ്റം എന്നൊക്കെ നമ്മൾ പറയാറില്ല. എന്താണ് അപ്പൊ rudeness എന്ന് പറയുന്നത്? ബാഡ് മാനേഴ്സ് അല്ലെങ്കിൽ പൗരുഷമായിട്ടുള്ള ഒരു പെരുമാറ്റം, അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു അപമര്യാദയായിട്ട് പെരുമാറുന്നതെന്ന് നമ്മൾ പറയാം. അങ്ങനെ പെരുമാറുന്നത് വീക്ക്, അല്ലെങ്കിൽ റൂഡ്നെസ് ഇസ് എ വീക്ക് പേഴ്സൺസ് അറ്റംപ്റ്റ് അറ്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂഡ്നെസ് ഒരു ദുർബലമായ ഒരു വ്യക്തിയുടെ ശക്തിയുടെ ശ്രമമാണെന്നാണ് പറയുന്നത്. നമുക്ക് ഉണ്ടാവുന്ന റൂഡ്നെസ് നമ്മുടെ ശരിക്കും ദുർബലതയാണ്, നമ്മുടെ ഒരു വീക്ക്നെസ് ആണത്. ഓക്കെ, അപ്പൊ ഇവിടെ ആ കോട്ട് പറയാൻ കാരണം എന്താണ്? ഫ്രണ്ട് ഓഫീസുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെയായിരിക്കണം വരുന്ന പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? റൂഡായിട്ടാണോ പെരുമാറേണ്ടത്? ഒരിക്കലും ഇവിടെ അങ്ങനെ പെരുമാറരുത് എന്നുള്ള രീതിയിലാണ് അവിടെ ആ കോട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഗുഡ് ബിഹേവിയർ ആയിരിക്കണം, നമ്മൾ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കണം, ഫ്രണ്ട്ലി ആയിരിക്കണം, മര്യാദയോട് സംസാരിക്കണം. ഓക്കെ, യെസ്. അപ്പൊ ഇൻഫർമേഷൻസും അല്ലെങ്കിൽ പേഷ്യൻസിനെ ഒക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. അപ്പൊ അവിടെ ജസ്റ്റ് ഒരു കോട്ട് നമുക്കൊരു ഫ്രേസ് പോലെ കൊടുത്തിരിക്കുന്നുള്ളൂ കേട്ടോ. യെസ്. അപ്പൊ എങ്ങനെയൊക്കെ നമ്മൾ ബിഹേവ് ചെയ്യണം? ബി കൺസിഡറേറ്റ്, ഫ്രണ്ട്ലി ആൻഡ് കോർട്ടസ്. ബി കൺസിഡറേറ്റ്, ഫ്രണ്ട്ലി ആൻഡ് കോർട്ടസ്. നമ്മൾ എങ്ങനെ പെരുമാറണം? നമ്മളൊരു നല്ല മര്യാദ ഉള്ളവരായിട്ടിരിക്കുക, വളരെ ഫ്രണ്ട്ലി മാനറിലായിരിക്കണം വരുന്ന കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യേണ്ടത്. ഒരിക്കലും അവരോട് വളരെ ദേഷ്യഭാവത്തിലോ നമ്മുടെ മുഖഭാവത്തിൽ പോലും എന്താവരുത്? ആ ഒരു ദേഷ്യം ഫീൽ ചെയ്യരുത്. ഒരിക്കലും വളരെ മോശമായ ബിഹേവിയർ കാണിക്കരുത്. യെസ്,
വളരെ പ്ലസന്റ് ആയിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം അവരോട് സംസാരിക്കേണ്ടത്. നല്ല രീതിയിൽ ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തവും സ്ഫുടവുമായിരിക്കണം. ഓക്കെ, യെസ്. Then practice courtesy, say please. പിന്നെന്താണ് നമ്മള് മര്യാദ നന്നായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം അല്ലെ. ശരിക്കും പറഞ്ഞ ഇതൊരു നല്ലൊരു മറ്റുള്ളവരോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാന്നുള്ളതാണ് ഒരാളുടെ നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഒരാൾക്ക് ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ സംസാരിക്കാനും ബിഹേവ് ചെയ്യാനും നമുക്ക് പറ്റണം. വളരെ താഴ്മയായിട്ട് പ്ലീസ് എന്ന് പറയാം അല്ലെ. സാർ അല്ലെ ഇരിക്കൂ, സാറിന് എന്താണ് വേണ്ടത്, എന്താണ് ഞങ്ങൾ ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കാനുള്ള ഒരു മര്യാദ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഫേസിൽ വരണം. വെറുതെ റിസപ്ഷനിസ്റ്റുകളായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ചില ഹോസ്പിറ്റലിൽ നമ്മൾ അവരോട് ചോദിക്കാൻ നമുക്ക് പേടിയാവും. അവരുടെ മുഖഭാവം കണ്ടാൽ നമുക്ക് ഒന്നും ചോദിക്കാനായിട്ട് തോന്നില്ല അല്ലെ. ചില ലേഡീസ് സ്റ്റാഫുകളും ഉണ്ട് കേട്ടോ. ഭയങ്കര ഫേസ് ഒക്കെ വീർപ്പിച്ചൊന്നും വെച്ചില്ല. അവരെ ചിലപ്പോൾ വർക്ക് ഡ്രസ് മോളോ ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. പക്ഷെ മിക്കയിടത്ത് അങ്ങനെയാണ് അല്ലെ. നമുക്ക് ചോദിക്കാൻ പറ്റില്ല അവരോട് ചോദിക്കുന്ന പേരോട് ഉണ്ടായിരിക്കാമെന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ ജാടുള്ള ആൾക്കാരെന്നല്ല, അവരുടെ പൊസിഷന്റെ ആ ഒരു വലിപ്പം അനുസരിച്ച് അങ്ങനെയൊക്കെ ചിലപ്പോൾ വെയിറ്റ് ഇരിക്കുന്നവരായിരിക്കും. പക്ഷെ നേരെ മറിച്ച് ചില ഹോസ്പിറ്റൽ വളരെ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഫ്രണ്ട് ഓഫീസുകളുണ്ട് അല്ലെ. കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും അല്ലെ. അവരുടെ സാലറി കൊടുത്ത് അല്ലെങ്കിൽ യൂണിഫോം ഉണ്ടാവും, ID കാർഡ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയുള്ള ഹോസ്പിറ്റൽസിലുണ്ട്. പോയവർക്ക് അറിയാൻ പറ്റും. അവർ നോക്കിയിരിക്കാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും നമുക്ക്. വെറുതെ പറയുന്നതാണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഒരുപാട് റൂൾസ് ഫ്രണ്ട് ഓഫീസിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരുപാട് റൂൾസിലേക്ക് നമ്മൾ വരുന്നു. എന്തൊക്കെ ഫങ്ഷൻസ് അവർ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ അവരും ഇതൊക്കെ പഠിച്ചിട്ട് തന്നെ നമ്മുടെ ജോലിക്ക് വരുന്നു. പക്ഷെ എന്താണ്, ജോലിക്ക് കയറി കഴിയുമ്പോൾ ചിലപ്പോ ഈ പഠിച്ചതിന്റെ ഒരു ഭാഗം പോലും ചിലപ്പോൾ അവിടെ കാണിക്കുന്നുണ്ടാവില്ല. കുറച്ച് പേരെ കേട്ടോ, എല്ലാവരും നമ്മൾ പറയുന്നില്ല, കുറച്ച് പേരെങ്കിലും അങ്ങനെ മാറുന്നവരുണ്ടാവും. ഓക്കെ, യെസ്, എന്തോ ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കും, വളരെ ഫ്ലുവന്റ് ആയിട്ട് ചിരിച്ചുകൊണ്ട് ഒരു സ്മൈലിംഗ് ഫേസ്. നമ്മൾ പഠിച്ചത് എന്താണ്, ഫ്രണ്ട് ഓഫീസർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിന്റെ ഫേസ് ആൻഡ് വോയിസ് എന്നാണ് പഠിച്ചത് അല്ലെ. ആ ഫേസ് ആൻഡ് വോയിസ് എങ്ങനെയായിരിക്കണം, റൂഡായിരിക്കരുത് ഒരിക്കലും അല്ലെ. എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസും ആയിരിക്കണം, വളരെ പ്ലസന്റ് ആയിട്ടായിരിക്കണം സംസാരിക്കേണ്ടത്. യെസ്. Then explain, do it patiently. നെക്സ്റ്റ് എന്താണ്, explain, do it patiently. അതായത് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന കാര്യങ്ങൾ അവരെന്താണോ ആവശ്യപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. നല്ല രീതിയിൽ ഒരു വിശകലനം കൊടുക്കാനായിട്ട് ഫ്രണ്ട് ഓഫീസിന് കഴിയണം. Then do it patiently. ഏറ്റവും ശ്രദ്ധിക്കേണ്ട എന്താണ്, വളരെ പേഷ്യന്റ് ആണ് അല്ലെ. വളരെ ക്ഷമയോടുകൂടി നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ളൊരു നല്ല ലിസണർ ആയിരിക്കണം. എസ്പെഷ്യലി ഗുഡ് ലിസണർ ആയിരിക്കുക. വളരെ ക്ഷമയോടെ അവർ എന്താണോ പറയുന്നത് അത് കേൾക്കുക. അവർക്ക് വേണ്ട ആവശ്യമുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. പിന്നെ accommodate the other viewpoints. എന്താണ് accommodate the other viewpoints എന്ന് പറയുന്നത്? മറ്റുള്ളവരുടെ കാഴ്ചപ്പാട്, അവർ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉള്ളടക്കമുണ്ടല്ലോ, എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മളത് അവരുടെ വ്യൂ പോയിന്റ്സിലും കൂടി നമ്മളത് ചിന്തിക്കാൻ കഴിയില്ല. മറ്റു കാഴ്ചപ്പാടുകൾ കൂടി നമുക്ക് ഉൾക്കൊള്ളാം. അവരുടെ കാഴ്ചപ്പാട് എന്താണ്, അവരുടെ വ്യൂ പോയിന്റ്സ് എന്താണ്, അതുകൂടി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഓക്കെ, അവർ പറയുന്നത് ശരിയാണോ എന്നുണ്ടെങ്കിൽ ശരിയാണെങ്കിൽ നമ്മളത് സമർത്ഥിച്ചു കൊടുക്കുക അല്ലെ, നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ എന്താ, അലോ ക്രിറ്റിസിസം. എന്താണ്, വിമർശനങ്ങൾ അനുവദിക്കുക. ചില കസ്റ്റമേഴ്സ് വന്നിട്ട് ചിലപ്പോൾ വന്ന് ഒരു കാരണമില്ലാതൊക്കെ ചീത്ത പറയും ചിലപ്പോ അല്ലെ. ചിലപ്പോൾ ഒരു കാരണം എന്താ, ചിലപ്പോൾ അവരുടെ ടെമ്പർ മൂലം ചീത്ത പറയണം എന്താണെങ്കിലും, അല്ലെങ്കിൽ ചിലപ്പോൾ ചീത്ത പറയാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്, അങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഫ്രണ്ട് ഓഫീസറുടെ നേരത്തെ വന്നായിരിക്കും ഈ മൊത്തം ബഹളം ഉണ്ടാക്കുന്നത് അല്ലെ. എന്ത് പറഞ്ഞാലും നമ്മൾ വളരെ പ്ലസന്റ് ആയിട്ട് ചിരിച്ചിരിക്കുക, അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. പ്രത്യേകിച്ച് ഇവരുടെ ഡ്യൂട്ടി, നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അല്ലെ, ഫ്രണ്ട് ഓഫീസ് കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുന്നത്. അവര് ക്രിറ്റിസിസം പറഞ്ഞാലും വിമർശനങ്ങൾ ഉണ്ടായാലും അത് അക്സെപ്റ്റ് ചെയ്യാം. നമ്മൾ എല്ലാം കേട്ട് കഴിഞ്ഞ് നമുക്കൊരു പറയാനൊരു മറുപടി ഉണ്ടാവും അല്ലെ. പറയാം നല്ല രീതിയിൽ തന്നെ അത് പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, അത്ര നമുക്ക് ചെയ്യാനുള്ളൂ. ബാക്കി എന്ത് പ്രശ്നം വന്നാലും മറ്റ് ഹയർ അതോറിറ്റീസ് ഉണ്ട്, അത് അവരെ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, ഇൻഫർമേഷൻ എൻക്വയറി ഹാൻഡ്ലിംഗ് എന്തൊക്കെയാണ്? Be considerate, friendly and courteous, and practice courtesy, say please. Then explain, do it patiently. Accommodate other viewpoints and allow criticism. Okay, മനസ്സിലായോ? 5 points മനസ്സിലായോ? എളുപ്പമല്ലേ അത്? Okay, then report making. ഇനി അവരുടെ അടുത്ത ഫംഗ്ഷൻ ആണ്
റിപ്പോർട്ട് മേക്ക് ചെയ്യുക. എന്തൊക്കെ റിപ്പോർട്ട്സുകളാണ്? സെൻസസ് റിപ്പോർട്ട്സുകൾ, ദെൻ അതർ റിപ്പോർട്ട്സുകൾ. സെൻസസ് റിപ്പോർട്ട്സ് നമ്മുടെ ഡേ റിപ്പോർട്ട്സുകളാണ് കേട്ടോ. ഡേ റിപ്പോർട്ട്സ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഡേ റിപ്പോർട്ട്സുകളാണ് സെൻസസ് റിപ്പോർട്ട്സ് വരുന്നത്. അതർ റിപ്പോർട്ട്സുകളോ? അതർ റിപ്പോർട്ട്സുകൾ എന്തൊക്കെ വരും? അതർ റിപ്പോർട്ട്സിൽ എന്തൊക്കെ വരും? ഹോസ്പിറ്റലിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റിപ്പോർട്ട്സുകളും അതിൽ നമുക്ക് ഉൾപ്പെടുത്താം. അല്ലെ, ലാബ് അല്ലെങ്കിൽ ഡിസ്ചാർജ് റിപ്പോർട്ട്സുകൾ, ഡിസ്ചാർജ് സമ്മറി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിൽ വരും. അല്ലെ, ഡിസ്ചാർജ് റിപ്പോർട്ട്സുകൾ. മറ്റ് എന്തൊക്കെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ട്സുകൾ എല്ലാം തന്നെ ഇവിടെ വരുന്നുണ്ട്. ഫ്രണ്ട് ഓഫീസ് ഡെസ്കുകളിൽ വരുന്നുണ്ട്. അല്ലെ, അത് അവർ തന്നെയാണ് അതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവരുടെ മറ്റൊരു ഫംഗ്ഷൻ ആണ് റിപ്പോർട്ട് മേക്ക് ചെയ്യുക. സെൻസസ് റിപ്പോർട്ട്സ് ആൻഡ് അതർ റിപ്പോർട്ട്സ്. ആ പേരുകൾ മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഏതൊക്കെയാണെന്നൊന്നും വേണ്ട. യെസ്, നമ്മൾ പറഞ്ഞത് ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ. ഇതൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. രജിസ്ട്രേഷൻസ് അല്ലെ, ഗസ്റ്റുകളെ രജിസ്ട്രേഷൻ ചെയ്യുക, രജിസ്റ്റർ റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ എന്താണ് രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള ഡാറ്റാസുകൾ സ്വീകരിക്കുക, പേഴ്സണിന്റെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് അല്ലെ, പിന്നെ ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റ്. പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുക. എന്തിനെ കുറിച്ചിട്ട്? ഫീസിനെ കുറിച്ചിട്ട്, സീനിയർ ക്ലബിനെ കുറിച്ചിട്ട്, അതർ പാക്കേജസ്, അതർ ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറി ഡയഗ്നോസിസ്, എമർജൻസി പേഷ്യൻസ്. പിന്നെ എന്താണ്? ക്യാഷ് കളക്ഷൻ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലെ, ക്യാഷ് കളക്ഷൻസ്. പിന്നെ എന്താണ്? ഇൻഫോർമേഷൻ എൻക്വയറി ഹാൻഡ്ലിംഗ് ആൻഡ് റിപ്പോർട്ട് മേക്കിംഗ്. ഓക്കെ, these are the functions of front office. ഓക്കെ, ക്ലിയർ? ഇനി വേഗം പറഞ്ഞു പോണ്, നിങ്ങൾക്ക് എളുപ്പമായതുകൊണ്ടാണ് കേട്ടോ, പിന്നെ അത് നിർത്താത്തത്. ഡു യു നോ വൈ കസ്റ്റമർ ലീവ്? ഡു യു നോ വൈ കസ്റ്റമർ ലീവ്? എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ലീവ് ചെയ്ത് പോകാനുള്ള കാരണങ്ങൾ? ഇവിടെ കുറച്ച് പെർസെന്റേജിലാണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസ് ലീവ് ചെയ്ത് പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? 1% എന്താണ്? ഡൈ അല്ലെ, മരണ കാരണം മൂലം പേഷ്യൻസ് ലീവ് ആവും അല്ലെ, 1% ഡൈ ആണ്. പിന്നെ എന്താണ്? 3% മൂവ് അവേ. 3% മൂവ് അവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലവര് താല്പര്യമില്ലാതെ തന്നെ പോവുകയാണ് അല്ലെ, ട്രാൻസ്പോർട്ട് ആയി പോകുന്നുണ്ട്. 5% എന്താണ്? ഡെവലപ്പ് അതർ റിലേഷൻഷിപ്സ്. 5% എന്നാണ് ഡെവലപ്പ് അതർ റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുക മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എന്താണ് പോകാനുള്ള ചാൻസ് വരുന്നത്, അല്ലെങ്കിൽ അത് ട്രീറ്റ്മെന്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് അവർ മറ്റ് ഹോസ്പിറ്റലിലേക്ക് റിലേഷൻഷിപ്പ് വെക്കുന്നത്, മറ്റു ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. പിന്നെ 9% എന്താണ്? ലീവ് ഫോർ കോമ്പറ്റീറ്റീവ് റീസൺസ്. എന്തെങ്കിലും തരത്തിലുള്ള മത്സര കാരണങ്ങളാൽ പേഷ്യൻസ് ലീവ് ചെയ്ത് പോകുന്നു. അപ്പൊ എന്താണ് കോമ്പറ്റീറ്റീവ് റീസൺസ് എന്ന് പറയുമ്പോൾ? 9% ലീവ് ഫോർ കോമ്പറ്റീറ്റീവ് റീസൺസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? കോമ്പറ്റീറ്റീവ് റീസൺസ് എന്ന് പറയുമ്പോൾ ക്യാഷ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പേയ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. അപ്പോൾ വളരെ പേയ്മെന്റ് വാങ്ങിക്കുന്ന ഹോസ്പിറ്റൽസിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് അത് വളരെ സാധാരണക്കാർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അല്ലെ. ആ പേയ്മെന്റ്സിൽ ഹോസ്പിറ്റലിൽ ചികിത്സ തുടരാറുള്ളത് അതൊരു കാരണമാകാം. പിന്നെ എന്താണ് കോമ്പറ്റീറ്റീവ് റീസൺസ് വരുന്നത്? മറ്റ് നല്ല ഗുണനിലവാരങ്ങളും മറ്റു ഹോസ്പിറ്റലുകൾ കാണുമ്പോഴും എന്താണ് നമുക്കൊരു കോമ്പറ്റീഷൻ തോന്നുന്നല്ലേ. അവിടെ കുറച്ചുകൂടി നല്ല ചികിത്സ കൊടുക്കുന്നുണ്ട്, പക്ഷെ നല്ല കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചികിത്സ കൊടുക്കുന്നുണ്ട്, നല്ല സർവീസ് കൊടുക്കുന്ന തോന്നി കഴിഞ്ഞാൽ പേഷ്യൻസ് ലീവ് ചെയ്ത് പോകാം. ഓക്കെ, പിന്നെന്താ 40% ഡിസാറ്റിസ്ഫൈഡ് വിത്ത് അതർ പ്രൊഡക്റ്റ് ഓർ സർവീസസ്. 40% എന്താ വരുന്നത്? ഡിസാറ്റിസ്ഫൈഡ് വിത്ത് പ്രൊഡക്റ്റ് ഓർ സർവീസസ്. ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസസിൽ അസംതൃപ്തരായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും. അവരെന്താണ് ലീവ് ചെയ്ത് പോകാനുണ്ട്. 14% ആൾക്കാർ അങ്ങനെ പോകുന്നവരാണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ എന്താണ് 68% ലീവ് ബിക്കോസ് ഓഫ് റൂഡ് ഓർ ഡിസ്കോർട്ടസ് സർവീസസ്. 68% പേഷ്യൻസ് ലീവ് ചെയ്ത് പോകുന്നതിന് മെയിൻ കാരണം എന്താണ്? ഡിസ്കോർട്ടസ് ആയിട്ടുള്ള സർവീസ് അല്ലെങ്കിൽ റൂഡ് ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപമര്യാദയായിട്ട് പേഷ്യൻസിനോട് പെരുമാറുന്നത് കൊണ്ട് അവര് ഡിസാറ്റിസ്ഫൈഡ് ആകുന്നു അല്ലെ.
യെസ്, റൂഡായിട്ടുള്ള പെരുമാറ്റങ്ങള്. ഹോസ്പിറ്റലിൽ എല്ലാവരും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ചിലപ്പോൾ അങ്ങനെ പെരുമാറിയെന്ന് വരാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ചികിത്സയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആവും, ആരുമായിക്കോട്ടെ. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് പേഷ്യൻസിന് താല്പര്യം ഉണ്ടാവില്ല, അല്ല പിന്നീട് അവിടെ തുടരാനായിട്ട്. അങ്ങനെ എന്താണ് ലീവായി പോകുന്നത്. ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് എന്താണ്, അപ്പൊ 68% ലീവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഡിസ്കോർട്ടസ് ആയിട്ടുള്ള സർവീസസ് ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ടെന്നാണ് അത്രയും 68% പേഷ്യൻസും ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്തു പോകുന്നത്. ഓക്കെ, ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. മനസ്സിലായോ? അത് 1% ഡൈ ആണ്, 3% മൂവ് അവേ. ഈ 68% മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. മെയിൻ കാരണം അതാണ് കേട്ടോ. യെസ്. ഇനി the customer wants you to. The customer wants you to. കസ്റ്റമേഴ്സ് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ട്രീറ്റ്, നല്ല രീതിയിലുള്ള വാം വെൽക്കം അല്ലെ, നല്ല രീതിയിലുള്ള ഗ്രീറ്റിംഗ്സ് അവരെ ആഗ്രഹിക്കുന്നു. അതുപോലെ വാല്യൂ, വരുന്ന പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ, നമ്മൾ അവരെ കൺസേൺ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് തോന്നണം അല്ലെ. അതേ രീതിയിലായിരിക്കും നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്. ഓക്കെ, വരുന്ന പേഷ്യൻസിന് ഒരു വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നണം. പിന്നെ ഹെൽപ്പ്, അവർക്ക് എന്തൊക്കെ ആവശ്യകതകളാണ് ഉള്ളത് അതിനെ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാനുള്ള ഒരു സന്നദ്ധത ആർക്കുണ്ടായിരിക്കണം? ഫ്രണ്ട് ഓഫീസിന് ഉണ്ടായിരിക്കും. അപ്പൊ പേഷ്യൻസ് അതാണ് ആഗ്രഹിക്കുന്നത് അല്ലെ, അവർ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് തരണം. കാരണം നമ്മളെ അടുത്തമായി വരുന്ന ഒരു ഹോസ്പിറ്റൽ ഒന്നും അറിയാൻ പറ്റില്ല. അപ്പൊ എല്ലാ ഇൻഫർമേഷൻസും പറഞ്ഞു തരേണ്ട, എല്ലാ ആവശ്യകതകളും കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടേതാണ്? ഫ്രണ്ട് ഓഫീസിന്റേതാണ്. ഓക്കെ, പേഷ്യൻസിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുക, ലിസൺ ചെയ്യുക, അവരുടെ പ്രശ്നം എന്താണ്, അവരുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് നമ്മൾ തീർക്കുക അല്ലെ, നല്ലൊരു കുട്ടി ലിസണറായിരിക്കുക. Then invite back. പിന്നെന്താണ് invite back എന്ന് പറഞ്ഞാൽ? invite back പറയൂ, എളുപ്പമാണുള്ളത്. എന്താണ് invite back? വീണ്ടും വരണമെന്ന് അവർ വീണ്ടും വരാൻ അവർക്ക് തോന്നും. നമ്മൾ പറയൂലേ, പിന്നെയും വിസിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവരോട് പറയും. പക്ഷെ എന്താണ്, തിരിച്ച് അവർ പറയുകയും ചെയ്യുമല്ലേ. ചില പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണ്, ഇങ്ങോട്ട് പറയും ഞങ്ങളിനെ അടുത്ത പ്രാവശ്യം വരാം എന്ന് പറയും അല്ലെ, നെക്സ്റ്റ് ടൈം ഒന്ന് വിസിറ്റ് ചെയ്യാം, കാണാം എന്ന് പറഞ്ഞ് പറയും. അപ്പൊ അങ്ങനെയൊക്കെയാണ് പേഷ്യൻസ് ആഗ്രഹിക്കുന്നത് അല്ലെ. നല്ല രീതിയിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കണം, വാല്യൂ കൊടുക്കുന്നവരായിരിക്കണം, ഹെൽപ്പ് ചെയ്യണം, ലിസൺ ചെയ്യണം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഇനി വരാനുള്ള ഒരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കാൻ മാർക്ക് കഴിയും. ഫ്രണ്ട് ഓഫീസിലുള്ള ആ ഒരു പെരുമാറ്റം അനുസരിച്ചിട്ടായിരിക്കും അവർക്ക് വരാൻ തോന്നുന്നത്, കസ്റ്റമേഴ്സിന് വരാൻ ഹോസ്പിറ്റലിലേക്ക് പിന്നെയും വരാനായിട്ട് തോന്നുന്നത് കേട്ടോ. ഇത്തരം കാര്യങ്ങളാണ് പേഷ്യൻസ് ആഗ്രഹിക്കുന്നത്. ഇനി നമ്മുടെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ എവിടെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്? ഏതൊക്കെ ഏരിയാസിലാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? ഇത് മനസ്സിലായില്ലേ? ഇത് വേണ്ടല്ലോ, ഇനി പറയണ്ടല്ലോ. കസ്റ്റമർ വാണ്ട്സ് യു ടു വേണ്ട. നമ്മൾ എവിടെയൊക്കെ കണ്ടിട്ടുള്ളത് പിള്ളേരെ? ഏരിയാസ്, ഏതൊക്കെ ഏരിയാസിലാണ് ഫ്രണ്ട് ഓഫീസ് കാണാറുള്ളത്? ഗ്രൗണ്ട് ഫ്ലോറിൽ കാണാറുണ്ട്. പിന്നെ areas coming under front office or outpatient areas. ഇവിടെയൊക്കെയാണ് എൻട്രൻസില്, ഫസ്റ്റ് ഫ്ലോറില്. ഓക്കെ, മെയിൻ റിസപ്ഷൻ ഏരിയ നമ്മൾ കാണാറുണ്ട്, ലോബി സെക്ഷൻ ഏരിയയിലൊക്കെ നമ്മൾ കാണാം. അപ്പൊ പ്രധാനപ്പെട്ട ഏരിയാസ് അത് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഏതൊക്കെയാണ്? മെയിൻ റിസപ്ഷൻ, കൺസൾട്ടേഷൻ റൂം, ഡയഗ്നോസ്റ്റിക്, ECG എക്കോ, MRI, CT സ്കാൻ കളക്ഷൻസ്. അപ്പൊ ഇവിടെയൊക്കെയാണ് പ്രധാനമായിട്ട് എന്ത് വരുന്നത് തന്നെ ഫ്രണ്ട് ഓഫീസിന്റെ ഏരിയാസ് വരുന്നത് അല്ലെ. മെയിൻ റിസപ്ഷൻ ഏരിയാസിലാണ് പ്രധാനമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന മെയിൻ റിസപ്ഷൻ ഏരിയസ് ആണ്. പിന്നെ കൺസൾട്ടേഷൻ റൂം, ഡയഗ്നോസിസ് സെന്റേഴ്സിനൊക്കെ അവിടെ, സാമ്പിൾ കളക്ഷനൊക്കെ അവിടെ എന്താണ് മെയിൻ ഏരിയാസ് ആയിട്ട് നമുക്ക് ഫ്രണ്ട് ഓഫീസിന്റെ ഏരിയാസുകൾ പറയാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അണ്ടർസ്റ്റാൻഡ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ദ ഫ്രണ്ട് ഓഫ് ഡെസ്ക്. അപ്പൊ നമ്മള് പറയുന്നു എല്ലാവരും ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകൾ അങ്ങോട്ട് പേഷ്യൻസിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം എന്ന് പറയും. പക്ഷെ അവരും കുറെ ചാലഞ്ചസ് ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്തൊക്കെ ചാലഞ്ചസ്, എന്തൊക്കെ വെല്ലുവിളികളാണ് ഫ്രണ്ട് ഓഫീസ് ഡെസ്കുകൾ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നേരിടേണ്ടി വരുന്നത്? മാനേജിങ് പേഷ്യൻസ് ഇമോഷൻസ്. ഫസ്റ്റ് വൺ എന്താണ്? മാനേജിങ് പേഷ്യൻസ് ഇമോഷൻസ്. ചില പേഷ്യൻസ് വളരെ മിഫ്റ്റ് ആയിട്ട് പെരുമാറും, അല്ലെങ്കിൽ മൂഡ് ഓഫ് ആയിട്ട് പെരുമാറും. ആംഗ്രി പേഷ്യൻസ് ഉണ്ടാവും, അവരെ ഡീൽ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണ് അല്ലെ. ഒരു വന്ന് കാരണങ്ങളില്ലാതെ ചിലപ്പോൾ ചൂടാകും. അപ്പൊ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് ഭയങ്കര ശബ്ദം ഉണ്ടാക്കും, ബഹളം ഉണ്ടാക്കും.
അപ്പൊ ആ സമയത്ത് അവരെ ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എത്ര പറഞ്ഞാലും ചിലപ്പോൾ അവർ കേട്ടെന്നിരിക്കില്ല. ആ ഒരു സമയത്ത് പേഷ്യൻസിന്റെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വരില്ല. ആ സമയത്ത് വളരെയധികം നമ്മള് ഫ്രണ്ട് ഓഫീസുകാർക്ക് എന്തുണ്ടായിരിക്കും, സെൽഫ് കൺട്രോൾ ഉണ്ടായിരിക്കും. അവരും നമ്മളും ഒരേപോലെ പെരുമാറി കഴിഞ്ഞാൽ ശരിയാവില്ല അല്ലെ. ഓക്കെ, അപ്പൊ പേഷ്യൻസിനെ മാനേജ് ചെയ്യാം, പ്രത്യേകമായ അവരുടെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാം. ഇമോഷൻസ് പറഞ്ഞ ആംഗ്രി പേഷ്യൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ എന്താണ് വീക്കായ പേഷ്യൻസ് ഉണ്ടാവും. ഒരുപാട് നേരം ഇരുന്നിട്ട് ചിലപ്പോൾ വളരെയധികം വിഷമം വരുന്ന പേഷ്യൻസ് ഉണ്ട്. അങ്ങനെയുള്ളവരെ ഹാൻഡിൽ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നവരെ കുറെ നേരം സമയം ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കരയും. അപ്പൊ അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കുക എന്നുള്ള പറയുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഫ്രണ്ട് ഓഫീസുകൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് അത് മാനേജിങ് പേഷ്യൻസ് ഇമോഷൻസ്. ഓക്കെ, then handling call volume and maintaining phone integrity. Handling call volume and maintain phone integrity. അതായത് വരുന്ന കോളുകൾ നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ എന്താണ് നല്ല മര്യാദ കൊണ്ട് തന്നെ ആയിരിക്കും നടന്ന് സംസാരിക്കുന്നത്. അവിടെ ചിലപ്പോൾ ചീത്ത പറഞ്ഞായിരിക്കും വിളിക്കുന്നത്, പക്ഷെ ഒരിക്കലും നമ്മൾ അതേപോലെ അങ്ങോട്ട് ചൂടാവരുത്. എങ്ങനെയായിരിക്കും വളരെ ഫ്ലുവന്റ് ആയിട്ട് അവർക്ക് എന്താണ് ആവശ്യകതകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഫോൺ കട്ട് ചെയ്യുക. നല്ല രീതിയിൽ ഫോൺ എറ്റിക്യൂട്ടീസ് നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് പഠിക്കുന്നുണ്ട്. ടെലിഫോൺ എറ്റിക്യൂട്ടീസ് അല്ലെങ്കിൽ ടെലിഫോൺ മര്യാദകൾ എന്തൊക്കെയാണെന്നതിന്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഫോൺ കോൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെയാണ് ഫോൺ കോൾ മറ്റൊന്ന് ചെയ്യാന്നുള്ളത്. പിന്നെ എന്താണ് മാനേജിങ് പേഷ്യൻസ് വെയിറ്റ് ടൈംസ് ആൻഡ് പേഷ്യൻസ് ഫ്ലോ. മാനേജിങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ് ആൻഡ് പേഷ്യന്റ് ഫ്ലോ. ഒരുപാട് പേഷ്യൻസ് ഉണ്ടാകുന്ന സമയത്ത് ഫ്രണ്ട് ഓഫീസുകൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കാണാറുണ്ട് ചില ദിവസങ്ങളിൽ ഹോസ്പിറ്റൽ ഇപ്പൊ മൺഡേ ട്യൂസ്ഡേ ആ ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ തിരക്കൊക്കെ വരുന്ന സമയം. ഞായറാഴ്ചയൊക്കെ തിരക്ക് കുറവായിരിക്കുള്ളൂ. അപ്പൊ എന്താണ് ഓവർഫ്ലോ ആയിരിക്കും, പേഷ്യൻസിന് ഓവർഫ്ലോ ആയിരിക്കും. അവരെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. പിന്നെ ഒരുപാട് പേര് വെയിറ്റിംഗ് ടൈമിൽ ഇരിക്കുന്നു. അവരുടെ ടൈം കഴിഞ്ഞപ്പോൾ എന്താണ് ഇവരോട് വന്ന് ചൂടാകും, ഞങ്ങൾ ഇത്ര സമയമായിട്ട് നിങ്ങൾ ഡോക്ടറെ വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കും അല്ലെ. എന്നിട്ട് എല്ലാവരും വന്ന് കംപ്ലൈന്റ് ചെയ്യുന്ന ഇവിടെ ആയിരിക്കും, ഫ്രണ്ട് ഓഫീസിൽ വന്നിട്ടായിരിക്കും ബഹളം വെക്കുന്നത്. ഓക്കെ, പേഷ്യൻസ് ഓവർഫ്ലോ കൺട്രോൾ ചെയ്യാന്നുള്ളത് വളരെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് തന്നെയാണ്. പിന്നെ എന്താണ് കംപ്ലൈന്റ് റെസൊല്യൂഷൻ. കംപ്ലൈന്റ് റെസൊല്യൂഷൻ എന്താണ്? പരാതികൾക്ക് പരിഹാരം കാണുക. അതും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. പ്രശ്നങ്ങൾ ഉണ്ടാക്കി വരുന്ന പേഷ്യൻസിന് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടാവും. ചില മീൻസ് ചില എന്താ പറയാ ഹസ്ബൻഡ്മാരിൽ തന്നെ പറയുന്നത് ഇപ്പൊ അല്ലെ. ആൺപിള്ളേരാണ് ചിലപ്പോൾ കുറെ പ്രശ്നങ്ങൾ എന്താണ് ഉണ്ടാക്കുന്ന പെൺകുട്ടികൾ ഉണ്ടല്ലേ, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. മോസ്റ്റ് ഓഫ് നമ്മൾ എന്താണ് ആൺകുട്ടികളാണ് കുറച്ച് ചൂടായിട്ടൊക്കെ സംസാരിക്കുന്നത്, കുറച്ചൊക്കെയാണ് ബഹളം ഉണ്ടാക്കുന്നത്. അപ്പൊ എന്ത് കംപ്ലൈന്റ് വന്നാൽ അതിനൊക്കെ ഒരു പരിഹാരം കൊടുക്കുക എന്നുള്ളതും കുറച്ച് ആ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, യെസ്. അപ്പോ നമ്മളിപ്പോ എന്താ പറഞ്ഞത്, ഫ്രണ്ട് ഓഫീസ് ഡെസ്കുകള് ഫേസ് ചെയ്യുന്ന കുറച്ച് ചാലഞ്ചസ് എന്തൊക്കെയാണെന്നാണ് അല്ലെ. എന്തൊക്കെയാണോ ഒന്ന് മാനേജിങ് പേഷ്യന്റ് ഇമോഷൻസ്, then handling call volume and maintaining phone activity, and managing patients' wait times and patient flow, and complaint resolution. Okay, മനസ്സിലായോ 4 പോയിന്റും? പിള്ളേരെ ക്ലിയർ ആണോ? യെസ്. ഇനി ഫ്രണ്ട് ഓഫീസിന്റെ മെയിൻ ഗോൾ എന്താണ്? Front office's main goal. The main goal is to have each patient leave with a smile or satisfaction on their face and feeling of having been well taken care of by you and your employees or colleagues. So the main goal എന്ന് പറഞ്ഞാൽ എന്താണ്? വരുന്ന പേഷ്യൻസ് വളരെ പ്ലസന്റ് ആയിട്ട് സ്മൈലോട് കൂടി സ്വീകരിക്കുകയും വേണം. മാത്രമല്ല എന്താണ് സാറ്റിസ്ഫാക്ഷൻ ഓൺ ദർ ഫേസ് ആൻഡ് ഫീലിംഗ് ഓഫ് ഹാവിംഗ് ബീൻ well taken care of by you and your employees, colleagues അല്ലെ. അതായത് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. എപ്പോഴും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ആരുടെ ബിഹേവിയറിലെ ഫ്രണ്ട് ഓഫീസിന്റെ ബിഹേവിയർ, അതായത് അവിടുത്തെ ജീവനക്കാരും സഹപ്രവർത്തകരും എല്ലാവരും എങ്ങനെയായിരിക്കണം? നന്നായി വരുന്ന കസ്റ്റമേഴ്സിനോട് പെരുമാറണം അല്ലെ. എങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആക്കിയുള്ളൂ. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഫ്രണ്ട് ഓഫീസിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത്. എന്താണ്? വരുന്ന പേഷ്യൻസിനെ പ്രസന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുക. അവർ തിരിച്ചു പോകുന്ന സമയത്ത് അവര് ഫുൾ സംതൃപ്തരായിരിക്കണം, പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഓക്കെ, യെസ്. ഇച്ചിരി ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് നിർത്താട്ടോ. മനസ്സിലായോ ഗോൾ എന്താണെന്ന്? മനസ്സിലായോ ഫ്രണ്ട് ഓഫീസ് ഡെസ്കിന്റെ ഗോൾ എന്താണെന്ന്? ഇനി
അപ്സെറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ എങ്ങനെ ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമേഴ്സ്. ലിസൺ ഫസ്റ്റ് ആൻഡ് ദെൻ ഓഫർ സൊല്യൂഷൻ. ഇവർ പറയുന്ന കാര്യങ്ങൾ എന്താണ് അല്ലെ, അവരുടെ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ ലിസൺ ചെയ്യുക, നല്ല ഗുഡ് ലിസണർ ആയിരിക്കണം. അതിനുശേഷം എന്താണ് അതിനുള്ള പരിഹാരം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ലിസൺ ഫസ്റ്റ് ആൻഡ് ദെൻ ഓഫർ സൊല്യൂഷൻ. ഓക്കെ, ആദ്യം കേൾക്കുക എന്നിട്ട് അതിനുള്ള പരിഹാരം കൊടുക്കുക. പിന്നെന്താ, ഇഫ് യു കനോട്ട് സോൾവ് ദ പ്രോബ്ലംസ് ആസ്ക് യുവർ സൂപ്പർവൈസർ ഓർ സുപ്പീരിയർ ടു സോൾവ് ദ പ്രോബ്ലം, ഓഫർ ആൾട്ടർനേറ്റീവ്സ്. ഇനി നിങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് ഡെസ്കിലേക്ക് ആ പ്രോബ്ലം പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് വിവരം അറിയിക്കണം അല്ലെ. അതായത് സൂപ്പർവൈസറോ സുപ്പീരിയറോ ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം അവർക്കത് വിട്ടുകൊടുക്കാതെ അവരെന്ത് ചെയ്യും, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇതര മാർഗങ്ങൾ അവർ സ്വീകരിക്കും, അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ ആ പ്രോബ്ലം അവർ സോൾവ് ചെയ്തോളും. ഓക്കെ, നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടാൽ മാത്രമാണ് നമുക്ക് എങ്ങോട്ട് കൊടുക്കേണ്ടത്, സുപ്പീരിയർക്ക് അല്ലെങ്കിൽ സൂപ്പർവൈസർക്ക് അത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അവർ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടുകൊള്ളും. ഓക്കെ, അങ്ങനെ മാത്രമേ നമുക്ക് അപ്സെറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒന്ന് അവരുടെ പ്രശ്നം എന്താണെന്ന് കേൾക്കുക, കേട്ടതിന് ശേഷം അതിനുള്ള പരിഹാരങ്ങൾ കൊടുക്കുക. പിന്നെ എന്താണ്, നമ്മളുടെ കയ്യിൽ നിൽക്കാത്ത പ്രശ്നങ്ങളാണെങ്കിൽ മാത്രം നമ്മൾ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിലേക്ക് അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക. അവരതുമായി ബന്ധപ്പെട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്തോളും. ഓക്കെ, യെസ്. മനസ്സിലായോ? ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമേഴ്സ്. യെസ്. നിങ്ങളൊന്ന് പറയാമോ വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് എന്തൊക്കെയാണെന്ന്? വൈറ്റൽ ഫങ്ഷൻസ്. ശരണ്യ. To identify and analyze customer needs and problems, recognize the most common reason for customer complaints, discover techniques to cultivate and maintain special customers relationship, assess your communication styles and next functions of front office. Functions. Sri Lakshmi. Sri Lakshmi കേൾക്കുന്നില്ലേ? ഗായത്രി. മാം പറയൂ ശ്രീ ലക്ഷ്മി. രജിസ്ട്രേഷൻ അതിൽ തന്നെ രജിസ്റ്ററിങ് ഗസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ രജിസ്റ്റർ ചെയ്യല്, പിന്നെ അവരുടെ ഡാറ്റാസൊക്കെ കീപ്പ് ചെയ്യല്, പിന്നെ ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റുകൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുക, അതായത് കസ്റ്റമേഴ്സിന് ഇൻഫർമേഷൻ കൊടുക്കുക. ഹോസ്പിറ്റലിലെ താരിഫ്, അത് അവരടയ്ക്കേണ്ട ഫീസ്, പിന്നെ അതിൽ എന്തെല്ലാം പ്രോഗ്രാംസ് ഉണ്ട് സീനിയേഴ്സിന്, പിന്നെ എന്താണ് പുതിയ പാക്കേജസ് എന്നുള്ളത്, പിന്നെ അവർക്ക് ഉള്ള ഈ എന്തെങ്കിലും ഡയഗ്നോസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, ടൈം, ബുക്കിങ്സ്, പിന്നെ എമർജൻസി ഇൻപേഷ്യൻസിൽ അവരുടെ ഡോക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ക്യാഷ് കളക്ഷൻ, പിന്നെ ഇൻഫർമേഷൻ ആൻഡ് എൻക്വയറി ഹാൻഡ്ലിംഗ്, റിപ്പോർട്ട് മേക്കിംഗ്. കസ്റ്റമേഴ്സ് ലീവ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? 68% റീസൺ എന്താണ്? 68% റീസൺ ആരെങ്കിലും പറഞ്ഞോളൂ, പേര് വിളിക്കുന്നില്ല. മര്യാദയില്ലാത്ത അല്ലെങ്കിൽ പരുഷമായ സേവനം കാരണം. Because of rude or discourteous services. Okay. Yes. Then the customer wants you to. ഇതൊക്കെയാണ് കസ്റ്റമർ നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നത്. Invite back. Yes. What are the challenges faced by front office desk?
എന്തൊക്കെ challenges ആണ് ഫേസ് ചെയ്യുന്നത്? Managing patient emotions, handling call volume and maintaining phone etiquette, managing patient wait times and patient flow, complaint resolution. Okay, very good. Okay, thank you. Have a nice day. End up. Thank you, ma'am. Thank you. Thank you.